ഈ കഥയിൽ നിദ്ര എന്ന കഥയിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ ഞാൻ വീണ്ടും അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചാനലിന് ഒരുപാട് സന്ദർശകരുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒപ്പം കാഴ്ചക്കാരും. അതിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. തുടർച്ചയായി കഥകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ ഞാനൊരു പരാജയമാണ്. പ്രേക്ഷകരുടെ നിരന്തരമായ കമൻറ്റുകളിൽ നിന്നും ഞാനത് മനസ്സിലാക്കുന്നു. കേൾക്കുന്നവർക്ക് രസിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് സ്ക്രിപ്റ്റിങ്ങിനായി കൂടുതൽ സമയമെടുക്കുന്നതാണ് കഥകൾ വൈകുവാനുള്ള പ്രധാന കാരണം. ഈ കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എങ്കിലും കഥയ്ക്കനുസരിച്ച് സന്ദർഭവും സാഹചര്യവും സംഭാഷണങ്ങളും വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരുപാട് പുതിയ കാഴ്ചക്കാർ എത്തുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും വളരെ പിന്നിലാണ്. അതുകൊണ്ട് ദയവായി ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ടതില്ല. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രേക്ഷകരായ നിങ്ങൾക്കുണ്ട്. വ്യത്യസ്തതകൾ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള എൻ്റെ പ്രേക്ഷകർക്കായി ഈ കഥ ഞാൻ സമർപ്പിക്കുന്നു. കൊച്ചേ ആനന്ദുവേ നിക്കടാ. ആ ആശാനെ റോഡ് ക്രോസ് ചെയ്ത് എടാ മോനെ അച്യുതൻ ഓടി വന്നു. നീ ഇപ്പോ നിലവിൽ എവിടാടാ? അച്യുതൻ അനന്തുവിനെ കെട്ടിപ്പിടിച്ചു. ആശാൻ രാവിലെ തന്നെ പൂക്കുറ്റിയാണല്ലോ. ഏയ് ഒരെണ്ണം, ഒരു പെഗോ? പൈൻ്റെ ഒരെണ്ണം. അങ്ങനെ. എടാ ഇപ്പൊ നിലവിൽ എന്തോ പരിപാടി? ഞാനിപ്പോ നിലവിൽ നല്ലൊരു കമ്പനി ജോലി ചെയ്യുന്നു. ഓഹോ സുഖം. സന്തോഷം. ആഹാ ബുള്ളറ്റൊക്കെ മേടിച്ചല്ലോ. ആശാന് സുഖമാണോ? പിന്നെ സുഖം, സുന്ദരം, സ്വസ്ഥം. നീ നിലവിൽ രക്ഷപ്പെട്ടല്ലോ. എനിക്കത് മതി. ആശാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. വർക്ക്ഷോപ്പ് നിർത്തിയോ? നിർത്തിച്ചു. ആരെ? ഞാൻ. നിലവിൽ നീ പോയതിന് ശേഷം ഒരു ബംഗാളി വന്നു. അവൻ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് അവനും മനസ്സിലായില്ല. പക്ഷേ നാട്ടുകാർക്ക് നിലവിൽ എല്ലാം മനസ്സിലായി. ഭയങ്കര കൂടി. അവനോ? ഞാൻ. പിന്നെ വർക്ക്ഷോപ്പിലിരുന്ന സകല സാധനങ്ങളും വിറ്റ് നശിപ്പിച്ചു. ബംഗാളിയോ? ഞാൻ. നന്നായിട്ട് പണിയെടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിലവിൽ അത് കൊടുത്തു. പഴയതുപോലെ പണിയാൻ പറ്റില്ലടാ. അതിന് പണ്ടെവിടെയാ പണിഞ്ഞിട്ടുള്ളത്? ഈ പോടാ ഒറ്റ അടിച്ചതല്ലോ. നീ പെണ്ണൊക്കെ കെട്ടിയടോ കൊച്ചേ? ഇല്ല. നീ മദ്യപാനമൊക്കെ നിർത്ത് കേട്ടോ. അതിന് ഞാൻ മദ്യപിക്കില്ലല്ലോ. ഇതുവരെ തുടങ്ങിയില്ലേ? ഇല്ല. ഷേ ആശാൻ ഇപ്പോഴും പൂസാണല്ലോ. ഇല്ലടാ, നിലവിൽ കുറച്ച് കുറച്ചായിട്ട് അടിക്കുന്നു. പണ്ട് നിലവിൽ ഒറ്റ ഇരിപ്പിന് ഒരു ഫുള്ളടിച്ചിരുന്ന ആളാ ഞാൻ. ഒന്നോ? എന്നെ കൊണ്ട് പറയണ്ട. അതൊക്കെ ഒരു കാലം. എടാ മോനെ ഇങ്ങോട്ട് നോക്കാം. നീ എന്നോട് നുണ പറയരുത്. നിലവിൽ നിന്നെ കണ്ടാ അറിയാം. നീ അടി തുടങ്ങി. ഇല്ല ആശാനെ. ശരിക്കും ശരിക്കും. ഇനി എപ്പോഴാ തുടങ്ങുക? നമുക്ക് തുടങ്ങാന്നേ. തുടങ്ങിയാ മതി. ആശാനിപ്പോ എന്നതാ പരിപാടി? അത് പറ. അങ്ങനെ പറയാൻ തുടങ്ങിയ കുറേ ഉണ്ട്. ചുരുക്കി പറഞ്ഞ നിലവിൽ ഒരു എസ്റ്റേറ്റിന്റെ മാനേജരാ. ആശാനോ? നീ എന്നെ പറ്റി എന്നാടാ വിചാരിച്ചേ? അത് പിന്നെ പറയാം. ഇപ്പൊ ഇത് പറ. നിലവിൽ ഇപ്പൊ വീട്ടിലാരും ഇല്ലടാ.
പിള്ളേരെല്ലാം പുറത്താ. ആഹാ, എവിടെ? ഒരുത്തൻ കാനഡയിൽ, ഒരുത്തൻ നിലവിൽ ഇസ്രായേലിൻ നാഥനായി വാഴും ഇസ്രായേലിൽ. ഓഹോ, അവന്മാരാ പറഞ്ഞത് വർക്ക്ഷോപ്പ് നിർത്താൻ. എന്നിട്ട് നിലവിൽ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. നമുക്ക് പണിയെടുക്കാതെ തിന്നാൻ പറ്റുമോടാ ചെറുക്കാ? ഓ, ആര് പണിയെടുക്കാതെ? അല്ല, ആരെങ്കിലും. എങ്ങനെയല്ലേ? അവൾ അവന്മാരുടെ കൂടെ കാനഡ കാണാൻ പോയി. ആശാൻ പോയില്ലേ? പിന്നെ ഞാൻ നിലവിൽ പോയിട്ട് വന്നതാ. നമുക്ക് 2 അടിച്ച് ഇവിടുത്തെ കാനയെ കിടക്കുന്ന സുഖം കാനഡ കിട്ടുകൂടാ. ഏ മാത്രമല്ല അവിടെ പോയി നിലവിൽ ഞാനെന്നാ ചെയ്യാനാ? ആശാൻ പുറത്തു പോയോ? നല്ല കാര്യം. ഞാൻ പുറത്തായിരുന്നല്ലോ. എപ്പോ? ആശാനാണോ ആദ്യം പോയത്? അതല്ലടാ, നിലവിൽ ഞാൻ വീടിൻ്റെ പുറത്തായിരുന്നല്ലോ. വെള്ളം അടിച്ചു തന്നത് പുറത്തല്ലേ? ഓഹോ, അങ്ങനെ. നിനക്കെന്താ ഇന്ന് തിരക്കുണ്ടോ? പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. 2 ദിവസം അവധിയാ. നാട്ടിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാ നമുക്കൊന്നിച്ച് കറങ്ങാം. അത് വേണോ? നിലവിൽ എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നിലവിൽ നമുക്ക് എവിടെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. എവിടെ? അതൊക്കെ ഉണ്ട്. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെ മനസ്സിലായി? അനന്തു അതിശയത്തോടെ ചോദിച്ചു. അതൊക്കെ സ്നേഹമുള്ളവർക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ കഴിച്ചില്ലെന്ന് എങ്ങനെ മനസ്സിലായി? സിമ്പിൾ. ഒരു മണവുമില്ല. അയ്യടാ, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെന്നാ പറഞ്ഞു. ആണോ? അയ്യോ, ഇപ്പോഴാ ഓർത്തത്. നിലവിൽ പ്രഷറിന്റെ ഗുളിക കഴിച്ചില്ല. ആണോ? എനിക്കും കഴിക്കണം. നീ വാ, ഇന്ന് എൻ്റെ വക ചെലവായിക്കോട്ടെ. ആയിക്കോട്ടെ. നീ വണ്ടി എടുക്ക. അച്യുതൻ ബുള്ളറ്റിന്റെ പിന്നിൽ കയറി. എങ്ങോട്ടാ? നിലവിൽ നീ നേരെ ഷാപ്പിലേക്ക് വിട. കുറച്ച് കള്ളടിക്കുക. അതാണ് അടിക്കാൻ. നീ ഞാൻ അടിക്കുന്നില്ല. അയ്യോ, നീ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ അടിക്കാം. നിലവിൽ നീ ഫുഡ് കഴിക്കുക. പൈസ നീ കൊടുത്താൽ മതി. അപ്പൊ ചെലവ് ആശാന്റെ വകയാന്ന് പറഞ്ഞോ? അതാ പറഞ്ഞത്. ചെലവാക്കുന്നത് ഞാൻ, പൈസ നിന്റെ. ഓഹോ, അങ്ങനെ. നിലവിൽ ഈ ബുള്ളറ്റ് മേടിച്ച ചെലവ് നീ ചെയ്തില്ലല്ലോ. അതിന് ബുള്ളറ്റ് മേടിച്ചിട്ട് 2 വർഷമായി. പക്ഷെ ചെലവ് ചെയ്തില്ലല്ലോ. ബുള്ളറ്റിന് നല്ല ചെലവായി. അതുപോരെ? പോരാ. അച്യുതൻ അനന്തുവിന്റെ കവിളിൽ നുള്ളി. നീ വണ്ടി എടുക്കടാ കള്ള. കള്ളാണ് ഉദ്ദേശമെന്ന് മനസ്സിലായി. ബുള്ളറ്റ് മുന്നോട്ട് ഉരുണ്ടു. ആശാനെ, ഈ കള്ളുകൂടി കുറയ്ക്കാൻ പാടില്ലായിരുന്നോ? പ്രഷറും ഷുഗറും ഒക്കെ നോക്കണം. നിലവിൽ പ്രഷർ കൂടുതലാടാ, ഷുഗർ കുറവും. നിനക്കറിയാവോ? അതുകൊണ്ടാ ഞാൻ കള്ളു കുടിക്കുന്നത്. കള്ളു കുടിച്ചാൽ ഷുഗർ കൂടും. അത് ശരിയാ. പക്ഷേ അപ്പോൾ പ്രഷർ കൂടുകയല്ലേ? പ്രഷർ കുറയും. അതെങ്ങനെ? പ്രഷറിനുള്ള ഗുളിക അവന്മാർ കള്ളി കലക്കുന്നുണ്ട്. അപ്പോൾ ഗുളിക കഴിക്കേണ്ട കാര്യമില്ല. ഷാപ്പിന് മുന്നിൽ വണ്ടി നിന്നു. അച്യുതൻ ചാടി ഇറങ്ങി. കഴിക്കാൻ നിലവിൽ എന്തുണ്ട് കേശവ? എൻ്റെ ചെറുക്കൻ വിശന്ന് വന്നേക്കുവാ. ഇവിടെ ആരും ഇല്ലടാ കേശവ. അനന്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആരാ? അച്യുതേട്ടനാണോ? എന്താടാ കഴിക്കാനുള്ളത്? കോഴിയുണ്ട്, കാടയുണ്ട്, മട്ടനുണ്ട്, പോത്തുണ്ട്. എന്ത് വേണം? അച്യുതൻ ചോദ്യഭാവത്തിൽ അനന്തുവിനെ നോക്കി. കോഴി മതി. എന്നാ കോഴി എടുത്തോടാ. കേശവ, പോത്തേ. എന്താ? കേശവൻ ദേഷ്യപ്പെട്ടു. അല്ല, പോത്തേ കുറച്ച് കഴിഞ്ഞ് എടുത്താൽ മതി. പോത്ത്. പോത്ത് അവന്റെ ഇരട്ടപ്പേരാ. കൈ കഴുകി അവർ ഇരുന്നു. ഭക്ഷണ സാധനങ്ങൾ മേശപ്പുറത്ത് നിറഞ്ഞു. കള്ള് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഉയർന്നു വന്ന കുമിളകൾ ഊതിയകറ്റി കുടിച്ചിറക്കി ചിക്കൻ ഫ്രൈ കടിച്ചിട്ട് അച്യുതൻ അനന്തുവിനെ തോണ്ടി. തൊട്ടു നോക്ക്. തൊട്ടു നോക്ക്. അയാൾ ഇടത് കൈത്തണ്ട നീട്ടിപ്പിടിച്ചു. പൾസ് നോക്ക്. പൾസ് നോക്ക്. കുറഞ്ഞത് കണ്ട? അതാ ഞാൻ പറഞ്ഞത്. നിലവിൽ
പ്രഷറിന്റെ മരുന്ന് എവിടെ ഉണ്ടെന്ന് കേശവൻ ചോദിച്ചു. ഇതാരാ അച്ചുവേട്ടാ? എൻ്റെ ഒരു പഴയ ശിഷ്യനാ. പുതിയ ശിഷ്യൻ എന്തി? ഹിന്ദി ഹിന്ദി ഹിന്ദി. അച്യുതൻ കേശവനെ തുറിച്ചു നോക്കി. ഏയ് ക്യാ ബോൾത്തി ഥു? അവനോ? അവനെ എൻ്റെ കൈ കിട്ടിയാട്ടല്ലോ. എന്ത് ചെയ്യും? ഇടിച്ചവന്റെ സുന. അയാൾ ഡെസ്കിൽ താളം പിടിച്ചു. അവന്റെ ഒരു കിണ്ടിക്കാരൻ. കേശവ പോട്ടെ. കേശവൻ തുറിച്ചു നോക്കി. അല്ല നന്നായിട്ട് മുരിഞ്ഞോട്ടെ കേട്ടോ. പോത്തെ തരാറായോ? തരുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് കള്ള് പകർന്നുകൊണ്ട് അച്യുതൻ ഉപദേശിച്ചു. മോനെ അലന്തു, നീ നന്നായിട്ട് ആഹാരം കഴിക്കണം കേട്ടോ. ഓ, ശരീരം നോക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സമ്പാദ്യം മതി. അനന്തു പുഞ്ചിരിച്ചു. പിന്നെ ഇവിടുത്തെ പൈസ നീ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞുള്ള സമ്പാദ്യം മതി. ആശാൻ കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ടല്ലോ. അത് കള്ളല്ലേ? ഫുഡ് കഴിക്കാൻ കുറച്ചു മതി. അതെന്താ? ശരീരം നോക്കണ്ടേ? നിലവിൽ എനിക്ക് ശരീരമില്ലല്ലോ, ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ഗ്ലാസ് കള്ളു കുടിച്ച് അച്യുതൻ ഉറക്കെ പറഞ്ഞു, മതി. മതി. അത്ഭുതത്തോടെ അനന്തു നോക്കി. അച്യുതൻ തല ചിരിച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോ ആശാൻ പറഞ്ഞ സത്യമാണോ? കള്ളുകൂടി കുറച്ചല്ലേ? യെസ്, ഓഫ് കോഴ്സ്. കുറച്ചു. പോത്തിറച്ചി മുന്നിൽ വെച്ച് കേശവൻ ചിരിച്ചു. അനന്തു രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താടാ, ഞാൻ കള്ളു കുറച്ചില്ലേ? കുറച്ചൊന്നേ. അത് ഇനിയും കുടിച്ചാൽ ചത്തു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? നേരാണോ ആശാനെ? ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അനന്തു അച്യുതനെ നോക്കി. പറഞ്ഞു. എന്നിട്ട് എന്തിനാ ആശാൻ കുടിക്കുന്നത്? വിഷമം കൊണ്ടാ. ആശാൻ എന്നാ ഇതിന് മാത്രം വിഷമം? ആ ഡോക്ടർ ചത്തുപോയി. അതോർത്തിട്ടാ ഞാൻ. ആണ്ടേ, കട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പം പന്തളം പാലിന്റെ ഗാനമേള എന്ന് പറഞ്ഞതായി. ഞാൻ വിഷമം തീർക്കാൻ അവിടെ ചെന്ന അതിപ്പോ ഒരു വിഷമമായി. കുറെ സമയം കടന്നുപോയി. അനന്തു വാച്ചിൽ നോക്കി. 2 മണിയാകുന്നു. നീ കഴിച്ചു കഴിഞ്ഞോ? നിലവിൽ നീ പറഞ്ഞതുപോലെ നമുക്കൊന്ന് കറങ്ങിയാലോ? എന്തായാലും നീ കറങ്ങാൻ ഇറങ്ങിയതല്ലേ. ആശാൻ ഇപ്പോഴേ കറങ്ങുന്നുണ്ടല്ലോ. അല്ലട ചക്കരമുത്തേ, നിന്നെ കണ്ട സന്തോഷം കൊണ്ട് ചോദിച്ചാ. കേശവ, നിനക്കറിയാവോ? എൻ്റെ ചെറുക്കനായത്. നിലവിൽ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പൊളിക്കാൻ പോവാ. അല്ലടാ മോനെ. ഓ, ഞാനിന്ന് ഫ്രീയാ. അനന്തു എഴുന്നേറ്റു. ഒപ്പം ബീഡിക്ക് തീ കൊളുത്തി അച്യുതൻ എഴുന്നേറ്റു. അനന്തു കൈ കഴുകി വന്നപ്പോഴേക്കും അച്യുതൻ പണം നൽകി. ആഹാ, ഞാൻ കൊടുക്കാറുന്നല്ലോ. പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവർ പുറത്തേക്ക് ഇറങ്ങി. വർക്ക്ഷോപ്പ് നിർത്തിയില്ലേ? പിന്നെന്താ വരുമാനം? നിലവിൽ പറമ്പിലെ റബ്ബർ വെട്ടാറുണ്ട്. പിന്നെ വീടൊക്കെ പൊളിച്ചു പണിയുക. അതിനൊക്കെ മക്കൾ പണം അയച്ചു തരുന്നുണ്ട്. അവന്മാർ പാവങ്ങളാ. ചെലവിന് വേറെ എന്ത്? അപ്പോൾ ആശാൻ എവിടെ താമസം? നിലവിൽ ഞാനിപ്പോൾ മാനേജറല്ലേ, എസ്റ്റേറ്റിലാ താമസം. ഓഹോ, ഏത് എസ്റ്റേറ്റിൽ? കുറച്ചപ്പുറത്താ, തേവര എസ്റ്റേറ്റ്. ആ വീട് വൃത്തിയായി സൂക്ഷിക്കുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക. നിലവിൽ അത്രയും പണിയേ ഉള്ളൂ. രാത്രി 2 അടിച്ച് സുഖമായിട്ട് ഉറക്കം, നല്ല പൈസയും കിട്ടും. പിന്നെ എന്തിനാ ഞാൻ ഈ വർക്ക്ഷോപ്പും തൂക്കി നടക്കുന്നത്? സുഖം സുന്ദരം സുരഭിലം. വർക്ക്ഷോപ്പിൽ പോയി പണിയൊക്കെ എടുക്കും. അതെന്തിനാ? നീ വാ, ഇപ്പം നമുക്ക് വാഗപ്പാറയ്ക്ക് പോവാം. നല്ല സ്ഥലമാണോ? ആണോ, നല്ല തണുപ്പാണ് അവിടെ. കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. കണ്ടോ, ഓർക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നു. അത് പ്രഷർ കൂടിയതായിരിക്കും. എടാ മോനെ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട് തങ്കക്കൊടേ. നീ എങ്ങും പോകണ്ട. നിലവിൽ ഇന്നിവിടെ തങ്ങി നാളെ രാവിലെ പോവാം. എന്തു പറയുന്നു? ആശാന്റെ വീട്ടിൽ തങ്ങാനോ? ഞാനില്ല. അയ്യേ, അതല്ലേ ഞാൻ പറഞ്ഞത്. അത് പൊളിച്ചിട്ടേക്കുവാടാ. ഇപ്പം അവിടെ ഒരു ചെറിയ ഷെഡ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്കൊന്നും നീ വരണ്ട. നമുക്ക് നിലവിൽ ഒരു ചെറുതും മേടിച്ച് എസ്റ്റേറ്റിൽ തങ്ങാം. എന്താ?
അവിടെ ആവശ്യത്തിന് മുറിയുണ്ട്. എന്തു പറയുന്നു? അവിടെ ആരുമില്ലേ? അവിടെ ഒരു ശല്യമില്ല. നിലവിൽ ഞാനും സഹായവും മാത്രം. രാത്രി ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. ആരായി സഹായം? തിരിഞ്ഞു നിന്ന് അച്യുതൻ ചിരിച്ചു. നിലവിൽ മുതലാളിയാണ്, എസ്റ്റേറ്റിൻ്റെ. ഒരു തമിഴനാണ്. അയാളെ കൊണ്ട് ഒരു കുതിരവുമില്ല, ഒരക്ഷരം വിട്ടില്ല. ചുമ്മാ കേട്ടിരിക്കും. നീ വാടാ, ഇപ്പൊ നമുക്ക് വാഗപ്പാറയ്ക്ക് പോകാം. വാഗപ്പാറയ്ക്ക് മുകളിൽ നിന്ന് അച്യുതൻ ഉറക്ക കൂവി. മഞ്ഞ് താണിറങ്ങി വന്നുകൊണ്ടിരുന്നു. ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. അകലെ വെളുത്ത മേഘങ്ങൾക്കിടയിൽ മലനിരകൾ ഉയർന്നു നിന്നു. അച്യുതൻ കൂവിക്കൊണ്ടിരുന്നു. എന്തിനാ ആശാനെ എങ്ങനെ കൂവുന്നു? ഇവിടെ എന്തും ചെയ്യാം. ഇത് നമ്മുടെ സ്വന്തം സ്ഥലം. നിലവിൽ നല്ല മൂടല്ലേ? അയാൾ പറഞ്ഞത് ശരിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. കട്ട പിടിച്ച കോടമഞ്ഞ് ചുറ്റും വന്ന് അവരെ മൂടി. ദാ ഇത് അങ്ങനെ ഉണ്ട്. നല്ല സ്ഥലമല്ലേ? പറ. ആ, കൊള്ളാം, അടിപൊളി. അച്യുതൻ ഒരു ബീഡിക്ക് തീ കൊടുത്തു. ഇനി നമുക്ക് എന്തോരം പോണം? അനന്തു വാച്ചിൽ നോക്കി. ഒരു 10-30 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. എന്നാ പോയാലോ? സന്ധ്യയാകുന്നു. പോകാന്നേ. നിലവിൽ ഈ കോടയൊന്ന് മാറട്ടെ. നേരിയ ഇരുട്ട് അവിടെ പടർന്നു തുടങ്ങി. പതിയെ മഞ്ഞിന്റെ കാഠിന്യം കുറഞ്ഞു വന്നു. പെട്ടെന്ന് അച്യുതൻ മഞ്ഞിന്റെ ഉള്ളിലേക്ക് തുറച്ചു നോക്കി. കുറച്ചകലെ കടന്നു പോകുന്ന കോടമഞ്ഞിനുള്ളിൽ തെളിഞ്ഞു വരുന്ന 2 നിഴലുകൾ. നിഴലുകൾ നിന്നു. ആരെങ്കിലും പോട്ടെ ആശാനെ. അങ്ങനെ പോയാൽ കൊള്ളത്തില്ലല്ലോ. ഇത് നമ്മുടെ സ്ഥലമല്ലേ? നിലവിൽ ആരാന്നറിയണ്ടേ? നിങ്ങളെ തന്നെ. വാടാ ഇവിടെ. ആ നിഴലുകൾ അവരുടെ നേരെ തിരിഞ്ഞു. മഞ്ഞിനുള്ളിൽ നിന്നും അത് അവരുടെ അരികിലേക്ക് നീങ്ങി വരികയാണ്. അത് അവരുടെ മുന്നിലെത്തിയതും വായിൽ നിന്നും ബീഡി തെറിച്ചുപോയി. അച്യുതൻ മുണ്ടുമടക്ക് താഴ്ത്തിയിട്ടു. ഏതോടാ നീ? പോലീസ് യൂണിഫോമിൽ മുന്നിലേക്ക് വന്ന 2 പേരിൽ ഒരാൾ ഉറക്കെ ചോദിച്ചു. അയ്യോ സാറേ, ഞങ്ങളവിടെ കാണാൻ വന്ന. അച്യുതൻ തല ചൊറിഞ്ഞു. താനാണോ ഇവിടെ കിടന്ന് കൂവിയത്? ആണോന്ന്? അച്യുതൻ നാണത്തോടെ തലകുനിച്ചു. സാർ, പുള്ളിക്കാരൻ ചുമ്മാ തമാശയ്ക്ക്. ഞങ്ങൾ ഓർത്തു ആരെങ്കിലും ഇവിടുന്ന് താഴെ പോയി കാണുമെന്ന്. വേഗം താഴേക്ക് ഇറങ്ങ. നിങ്ങൾക്ക് ആ വേലിയുടെ അടുത്ത് നിന്നാൽ പോരെ. ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് അത്ര നല്ലതല്ല. ആ, വേഗം താഴേക്ക് ഇറങ്ങ. അവർ പോലീസുകാർക്കൊപ്പം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. കൂണ്ടായിരുന്നു. പോലീസ് വണ്ടി. യോ, വേഗം പോവാൻ. മൈൻഡ് ചെയ്യണ്ടാവരും. അച്യുതേട്ടാ, മൈൻഡ് ചെയ്യണ്ട, പോവാൻ പാ. ഏയ് അച്യുതേട്ടാ. അയ്യോ. അയാൾ തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് ജീപ്പിൽ നിന്നും SI വിനയൻ പുറത്തിറങ്ങി. അറിയോ? പോലീസുകാരോടായി അയാൾ പറഞ്ഞു. ഞാൻ പാറക്കടവിലായിരുന്നപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടികളൊക്കെ അച്യുതേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് നന്നാക്കിയിരുന്നത്. ശരിയാണോ ആശാനെ? അപ്പൊ കേസ് എടുക്കുമെന്ന് ഉറപ്പായി. പോടാ. വിനയൻ സാറേ. സാറിപ്പോൾ ഇവിടെയാണോ? 3 മാസമായി. ഇന്ന് വർക്ക്ഷോപ്പില്ലേ? ഇല്ല സാറേ, നിലവിൽ അത് വിട്ടു. ഇതാരാ? ഇതൊരു പഴയ ശിഷ്യനാണ്. കുറേ കാലമായി കണ്ടിട്ട്. ഞങ്ങളൊന്ന് കറങ്ങാൻ അറിയാതാ. സാറിനെ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ, ഇവിടെ കോട കാരണം വണ്ടി ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളൊന്ന് ഒതുക്കിയതാ. അപ്പോഴാ മലയുടെ മുകളിൽ നിന്ന് കൂവല് കേട്ടത്. അതാ ഇവരെ പറഞ്ഞു വിട്ടത്. വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഒരു പോലീസുകാരൻ ചോദിച്ചു. ഇത് കുഴപ്പം പിടിച്ച സ്ഥലമാണ്. ഒരു 10 പേരെങ്കിലും ഇവിടെ മരിച്ചിട്ടുണ്ട്. കൂടുതലും ആത്മഹത്യയാ. ഒരു പെണ്ണിനെ ഒരുത്തൻ തള്ളിയിട്ട് കൊന്നിട്ട് 2 മാസമായുള്ളൂ. അച്യുതൻ ഇടം കണ്ണിട്ട് അനന്തുവിനെ നോക്കി. അനന്തു അച്യുതനെ തുറിച്ചു നോക്കി. പിന്നെ പലപ്പോഴായി ഇതിന്റെ മുകളിൽ നിന്ന് കരച്ചിൽ കേട്ടു, കൂവല് കേട്ടു എന്നൊക്കെ പറഞ്ഞ് ദിവസവും പരാതികളാ. ചെന്നു നോക്കി ആരെയും കാണാറില്ല. ഇവിടം കാണാൻ വന്നവരൊക്കെ എന്തോ കണ്ട് പേടിച്ച് ഓടി വീണ് പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പ്രേതങ്ങൾ ചുറ്റിത്തിരിയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അധികം ആരും വരാറില്ല. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റുകളുടെ ബഹളമാണ്. അതുകൊണ്ട് ഇപ്പോൾ മിക്കപ്പോഴും ഇവിടെ പട്രോളിംഗ് ഉണ്ട്. എന്നാൽ ഞങ്ങൾ പോക്കോട്ടെ സാറേ. ഇനി ഇങ്ങോട്ടൊന്നും അധികം വരണ്ട കേട്ടോ. ഇവിടെ പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്.
എന്നാ പോയിക്കോ. അനന്തു ബുള്ളറ്റ് സ്റ്റാർട്ടായി. അച്യുതൻ പിന്നിൽ കയറി. വണ്ടിയാണ് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ആശാൻ എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എനിക്ക് നിന്നോട് വൈരാഗ്യം? എൻ്റെ ദൈവമേ, നീ എന്നോട് അങ്ങനെ ചോദിച്ച്? അതല്ല, അടിച്ച് പൂക്കുറ്റിയാവും. എന്നിട്ട് എന്നെ ഓരോ പ്രേതക്കോട്ടയിലേക്ക് കൊണ്ടുപോകും പെടുത്താൻ. ആശാൻ ഇത് എന്തിൻ്റെ കേടാ? ആ പെണ്ണിനെ അവൻ അതിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടേനെ. നിലവിൽ ഞാനിപ്പോൾ എന്നേനാടാ? പിന്നെന്തിനാ അങ്ങോട്ട് പോയത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിലവിൽ ഞാൻ അറിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? എന്നെക്കുറിച്ച് അങ്ങനെയാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഒന്നും പറയുന്നില്ല. എടാ, നിലവിൽ ഇതൊക്കെ ഒരുതരം അന്ധവിശ്വാസം. ആശാൻ തന്നെ ഇത് പറയണം. പണ്ട് എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി കുഴിമാടത്തിൽ നിന്ന് കൂർക്കമ്പലി കേട്ടു എന്ന് പറഞ്ഞ് പേടിപ്പിച്ച പാർട്ടിയാ. അത് സത്യമാടാ. അപ്പൊ അന്ധവിശ്വാസം എന്ന് പറഞ്ഞോ? അത് അവരുടെ വിശ്വാസം, അന്ധവിശ്വാസം. ഓ, നീ പേടിക്കാടാ കൊച്ചനെ. എനിക്ക് പൂസാകുമ്പോൾ ഓരോന്ന് ഓർമ്മ വരും. സ്നേഹം കൊണ്ട് അത് ഞാൻ നിന്നോട് പറയും. നിലവിൽ നീ പേടിക്കും. ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അന്ന് വീട്ടിൽ ഞാൻ കണ്ടതോ? നിലവിൽ അത് വിട്, സാരമില്ല, പോട്ടെ. വേണ്ട. നിശീതിനി ആശാനെ. ഓ, പോ. നിലവിൽ കുറച്ചും കൂടെ പോകണം. ആ മരത്തിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിച്ചു നിർത്തും. പടർന്നു കയറി വരുന്ന ഇരുട്ടിലൂടെ തുളച്ചു കയറിയ ഹെഡ്ലൈറ്റ് വീണ റബ്ബർ മരങ്ങൾ ഇളം മഞ്ഞിൽ മൂടി നിന്നു. ഇരുമ്പ് ഗേറ്റിൻ്റെ പില്ലറുകൾക്ക് മുകളിൽ ബൾബുകൾ മങ്ങി നിന്നെരിഞ്ഞു. പിടി. കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണപ്പൊതികൾ അടങ്ങിയ സഞ്ചി അനന്തുവിൻ്റെ കയ്യിൽ നൽകി അച്യുതൻ ബൈക്കിന് പിന്നിൽ നിന്നിറങ്ങി. ഭാഗ്യം. ഓ, അവൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഗേറ്റിനപ്പുറത്ത് വീടിൻ്റെ വരാന്തയിൽ അരണ്ട വെളിച്ചത്തിൽ ഒരാൾ നിൽപ്പുണ്ട്. ഗേറ്റിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന PVC പൈപ്പിനുള്ളിലേക്ക് കൈയിട്ട് അച്യുതൻ ഒരു ടോർച്ച് പുറത്തെടുത്തു. വണ്ടി ഇവിടെ വെച്ചോ, എന്നിട്ട് വാ. എങ്ങോട്ട്? നീ വാടാ കൊച്ചേ. ഭക്ഷണപ്പൊതിയുമെടുത്ത് അനന്തു വണ്ടിയിൽ നിന്നിറങ്ങി. വണ്ടി ലോക്ക് ചെയ്യണോ? ആശാനെ, എന്തിന്? നിലവിലിത് 10-25 ഏക്കർ സ്ഥലമാണ്. ഇവിടെ വന്ന് നിന്റെ വണ്ടി ആരും എടുക്കില്ല. നമ്മളെങ്ങോട്ടാ? ഫുഡ് കഴിക്കില്ലേ? ഭക്ഷണം അത് വീട്ടിൽ കയറി കഴിച്ചാൽ പോരെ? അതിനേക്കാളും നല്ല സെറ്റപ്പ് ഉണ്ട്. നീ വാ. ഗേറ്റിൻ്റെ വശത്തുള്ള താഴേക്ക് കുത്തനെ കിടക്കുന്ന വഴിയിലൂടെ വേഗത്തിൽ അച്യുതൻ താഴേക്കിറങ്ങി. ചെരിഞ്ഞു നിൽക്കുന്ന റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ ചുവന്ന മണ്ണ് നിറഞ്ഞ വഴി പുളഞ്ഞു കിടന്നു. റബ്ബർ തോട്ടത്തിനരികിലെത്തിയപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അയാൾ ചൂളം വിളിച്ചു. അച്യുതൻ ടോർച്ച് മിന്നിച്ചു. ദൂരെ ഇരുട്ടിൽ നിന്നും ഒരു മങ്ങിയ വെളിച്ചം തെളിഞ്ഞണഞ്ഞു. വാടാ. ചെറിയ കുറുക്കുവഴിയിലൂടെ താഴെ മണ്ണിലേക്ക് ഊർന്നിറങ്ങി അച്യുതൻ നടന്നു. പിന്നാലെ അനന്തു. കൊക്കോ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലൂടെ അവർ നടപ്പ് തുടർന്നു. വാസു. ഇരുട്ടിൽ നോക്കി അച്യുതൻ വിളിച്ചു. ഇവിടെ വാ. ബൾബിന് മുകളിൽ മറയായി കെട്ടിയിട്ടിരിക്കുന്ന പാളകഷ്ണം ഉയർത്തി വാസു ചിരിച്ചു. അച്യുതൻ അങ്ങോട്ട് നീങ്ങി. അതിശയത്തോടെ അനന്തു. തോട്ടത്തിൻ്റെ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അടിയിൽ കനലുകൾ മിന്നുന്ന വലിയ കലങ്ങൾ. തകിട് ഉപയോഗിച്ച് അടുപ്പ് മറച്ചു വച്ചിരുന്നു. ചെറിയ കാർ ബാറ്ററിയിൽ ഘടിപ്പിച്ച ബൾബ്. അതിനടിയിൽ പൊക്കം കുറഞ്ഞ് തലയിൽ തോർത്ത് കെട്ടിയ കൊമ്പൻ മീശക്കാരൻ. അയാൾ വീടിക്കുറ്റി കടിച്ചു പിടിച്ച് വെളുക്കെ ചിരിച്ചു. ഇതെന്താ? നീ ഇരിക്കടാ. കമുകുതടി നിരത്തിയ ചെറിയ തട്ടിൽ അവർ ഇരുന്നു. ഇത് വാസു, എൻ്റെ സുഹൃത്താ. ഇവിടെ സ്വന്തമായിട്ട് ചാർജിങ് സ്റ്റേഷൻ നടത്തുക. എനിക്കൊരു കൂട്ടുമായി. ആശാൻ കള്ളുകൂടി നിർത്തിയെന്ന് പറഞ്ഞത്? കള്ളുകൂടി നിർത്തി. നിലവിലിപ്പോൾ ഇതാ നല്ല സ്വയംഭ സാധനം. ഇതിലാകുമ്പോൾ യാതൊരു ഗുളികയില്ല, മായയില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. പ്ലാസ്റ്റിക് മഗ്ഗിൽ നിന്നും തിളക്കമുള്ള ഗ്ലാസുകളിലേക്ക് പകർന്ന ചാരായം വാങ്ങി ഏലാമ്പി കണ്ണ് മുറുക്കി അടച്ച് അച്യുതൻ കുടിച്ചിറക്കി. തല ചിരിച്ച് ചിരിച്ചുകൊണ്ട്
വാസു ചോദിച്ചു. എങ്ങനെയുണ്ട്? വാസു നീട്ടിയ കാടമുട്ട വായിലിട്ട് അച്യുതൻ പറഞ്ഞു. ഇവിടുന്ന് 2 അടിച്ചിട്ട് പോയി വീട്ടിൽ കിടന്നുറങ്ങിയ പിന്നൊന്നും അറിയില്ല. ഇത് കൊള്ളാലാടാ വാസു. വെറൈറ്റി. ഇന്ന് പല്ലിയില്ലേ? പല്ലിയോ? ആ, ഇവന്റെ വെറൈറ്റി ആയിട്ടുവാ പല്ലി വാറ്റ്. അയ്യേ, ഈ പല്ലിയായിട്ട് വാറ്റുവോ? അയ്യേ, അതല്ല, അതൊന്നും വാസു ചെയ്തില്ല. പല്ലി ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. 2 അടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഭിത്തിയെ പറ്റിയിരിക്കും. എത്ര ഓടിച്ചാലും പോവില്ല. അടുത്ത ഗ്ലാസ്സിലേക്ക് മദ്യമൂറ്റി ചുണ്ടോടടുപ്പിച്ചു. പിന്നെ ഒരെണ്ണമുണ്ട്. പാറ്റ. അതടിച്ചാൽ പിന്നെ വെട്ടം ഇഷ്ടമല്ല. വെളിച്ച കാണാൻ പാടില്ല. ഇവരുണ്ടല്ലോ ഈ വാസു, കലാകാരൻ. നീ ഭക്ഷണം എടുത്ത് കഴിയേ. അനന്തു പാഴ്സലുകൾ പുറത്തെടുത്ത് നിരത്തി വെച്ചു. ഈറക്കുഴലിലൂടെ ഒഴുകിയെത്തിയ വെള്ളത്തിൽ കൈ കഴുകി. നീ ഒരു ചെറുതടിക്കുന്നുണ്ടോ? ഇനി നാളെയല്ലേ പോകുന്നുള്ളൂ. ദാ, നീ നിലവിൽ ഒരു ചെറുതടി. എനിക്കറിയാം, നീ ചെറുതായിട്ടൊക്കെ അടിക്കും. ഗ്ലാസ്സിൽ പകുതി ഒഴിച്ച് അച്യുതൻ അനന്തുവിന് നീട്ടി. ഇത് പല്ലിയാണോ പാറ്റയാണോ? ഇത് പ്രാവ. ഒരു ഉപദ്രവമില്ല. ചുമ്മാ മൂളി ഇങ്ങനെ ഇരിക്കും. അനന്തു അത് വാങ്ങി. ഡാ, വെള്ളം ഒഴിക്കടാ. ഓ, വെള്ളം പകർന്നു. ഒറ്റ കടി. അവനത് കുടിച്ചു തീർത്തു. എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ ഇത് മതി. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. സമയം കടന്നുപോയി. ആശാനെ, പോകണ്ടേ? കുപ്പിയിൽ നിറച്ച് വാസു നൽകിയ ചാരായം അച്യുതൻ ഇടുപ്പിൽ തിരുകി. ഇതെന്തിനാ ആശാനെ? ഇതെൻ്റെ പതിവാടാ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടടിക്കാം. ഇന്ന് നീ കൂടെ ഉള്ളതല്ലേ. ഒരു കുപ്പി കൂടി താ വാസു. ഒരെണ്ണം. ചിരിച്ചുകൊണ്ട് വാസു ഒരു കുപ്പി കൂടി കൊടുത്തു. അത് സഞ്ചിയിലടാ. അച്യുതൻ എഴുന്നേറ്റു. എന്നാ ഞങ്ങൾ പോട്ടെ വാസുവേ. ചെറുക്കനെ നമ്മുടെ കൊട്ടാരം കാണിച്ചു കൊടുക്കും. ഓ, വാസു തലയാട്ടി. അവർ എഴുന്നേറ്റ് തിരികെ നടന്നു. ഗേറ്റ് തുറന്ന് ആടിയാടി അച്യുതൻ മുന്നോട്ട് നടന്നു. വരാന്തയിൽ കാത്തിരുന്നയാൾ എഴുന്നേറ്റ് നിന്നു. അവർ ആ വലിയ വീടിന്റെ വരാന്തയിൽ കയറി. വാതിലിൽ നിന്നയാൾ അനന്തുവിനെ നോക്കി ചിരിച്ചു. അച്യുതൻ താക്കോൽ അനന്തുവിന്റെ നേരെ നീട്ടി. എടാ, തുറക്ക്. വേച്ചുപോയ അച്യുതനെ അനന്തു താങ്ങി. കുറച്ചടിക്കാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. വരാന്തയിൽ നിന്ന് ചെറുപ്പക്കാരൻ വാതിൽ മെല്ലെ തുറന്നു. പാത്തു പോ. പാത്ത്, ഇത് പൂട്ടിയിട്ടില്ലല്ലോ. ഇല്ലേ, ഞാൻ ചിലപ്പോൾ മറന്നുപോകും. 3 പേരും വാതിൽ തുറന്ന് ഹാളിലേക്ക് പ്രവേശിച്ചു. ബാഗ് തോളിലിട്ട് അച്യുതനെ പിടിച്ചുകൊണ്ട് അനന്തു അകത്തേക്ക് നടന്നു. ഹാളിൽ വലിയൊരു ചിത്രം ഭിത്തിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. കൊമ്പൻ മീശയുമായി പ്രൗഢിയോടെ ഇരിക്കുന്ന ഒരാളുടെ പൂർണ്ണ ചിത്രം. അതിനു മുന്നിലെ വലിയ കസേരയിലേക്ക് അച്യുതൻ ഇരുന്നു. അയാളുടെ പിന്നിൽ ചെറിയ ചിരിയോടെ ഭവ്യതയോടെ ആ ചെറുപ്പക്കാരനും നിന്നു. അനന്തു അയാളെ ശ്രദ്ധിച്ചു. ശാന്തമായ മുഖം, നെറ്റിയിൽ ഭസ്മക്കുറി. തിരിഞ്ഞു നോക്കാതെ പിന്നിലേക്ക് കൈ ചൂണ്ടി അച്യുതൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ സഹായം. നല്ല സഹായമല്ലേ? ഞങ്ങൾ 2 പേരുമാണ് കമ്പനി. മുതലാളിയാണെന്ന് ആശാൻ പറഞ്ഞ അത് പണ്ട്. നിലവിൽ ഇപ്പോൾ ഞാനാണ് മുതലാളി. ഞാൻ പറയും, ഇങ്ങേരെ അനുസരിക്കും. നിലവിൽ വൈകുന്നേരം കമ്പനി കൂടുമ്പോൾ എൻ്റെ ചീത്ത മുഴുവൻ കേൾക്കുന്ന ഇങ്ങേരാ. സഹായം ചിരിച്ചു. ഇടുപ്പിൽ നിന്നും ചാരായക്കുപ്പി പുറത്തെടുത്ത് മുന്നിലെ ടേബിളിലേക്ക് അച്യുതൻ വെച്ചു. എന്തായാലും സെറ്റപ്പ് കൊള്ളാം. വലിയ വീട്, എസ്റ്റേറ്റ്, ചാരായ ആവശ്യത്തിന്. ഇത് എങ്ങനെ ഒപ്പിച്ചാശാനെ? പറയാം.
നിലവിൽ നീ ഓരോന്നടി. അച്യുതൻ എഴുന്നേറ്റ് കൈ കഴുകി. നീ ടച്ചിങ് എടുക്ക. വെള്ളം അടുക്കളയിലുണ്ട്, എടുത്തോണ്ട് വാ. അനന്തു അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും വെള്ളവുമായി സഹായം വന്നു. അത് വാങ്ങി അവൻ ടേബിളിൽ വെച്ചു. ടേബിളിൻ്റെ മൂലയിൽ കാൽ കയറ്റി വെച്ച് അച്യുതൻ കസേരയിൽ തല പിന്നോട്ടാക്കി മലർന്നു കിടന്നു. അയാളുടെ പിന്നിൽ സഹായം പുഞ്ചിരിയോടെ നിന്നു. കഴിക്കുന്നില്ലേ? കഴിക്കാം. നീങ്ക ഒരു റൗണ്ട് പോട്ടെ, അപ്പുറം എനിക്ക് പോതും. ഒഴികെ. ഗ്ലാസ്സിലൊഴിച്ച് മദ്യം അച്യുതന് നേരെ നീട്ടി. അയാൾ അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. വീണ്ടും കസേരയിലേക്ക് മലർന്നു കിടന്നു. ആശാൻ പറഞ്ഞില്ല, ഇതെങ്ങനെ ഒപ്പിച്ചു? നീ ഒരെണ്ണം അടികെ, എന്നിട്ട് പറയാം. അനന്തു ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു വെച്ചു. ടേബിളിനരികിലിരുന്ന് സഹായം അതിന് നേരെ നോക്കി. അനന്തു തലയാട്ടി. അവൻ അതെടുത്ത് കുടിച്ചു. അച്യുതൻ ബീഡിക്ക് തീ കൊളുത്തി. ബീഡിപ്പുക മുകളിലേക്ക് ഊതിക്കൊണ്ട് അച്യുതൻ പറഞ്ഞു, നിലവിൽ ഒരുമാതിരിപ്പെട്ട ഒരുത്തനും ഇവിടെ വരില്ല. അതന്നെ, നീ ഒരെണ്ണം അടിക്കേ. ആഹാ, അടിച്ചോ? സഹായത്തിന് നേരെ അനന്തു കണ്ണടച്ചു. നിലവിൽ ഇത് തമിഴ്നാട്ടിലെ വലിയൊരു തേവരുടെ എസ്റ്റേറ്റാണ്. അയാളുടെ മക്കളെല്ലാം വിദേശത്തെങ്ങാണ്ട. അവരെന്നെ നോക്കാൻ ഏൽപ്പിച്ചതാ. നീ ഒരെണ്ണം കൂടെ അടി. അനന്തു ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. ഇനി ഞാൻ പറഞ്ഞത് കേട്ടാ നിനക്ക് പേടിയാവും. രണ്ടെണ്ണം അടിച്ചിട്ട് കേട്ടാ നിന്റെ പേടി പോവും. ഉവ്വ. അനന്തു ചമ്മലോടെ സഹായത്തെ നോക്കി. അയാൾ ചിരിച്ചു. അനന്തു മദ്യം കുടിച്ചിറക്കി. എടാ, 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഈ തേവരിവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് സഹായത്തിന് നിന്ന ഒരു പയ്യനാണ്. പിന്നെ കൊച്ചുമാണിക്യം എന്ന പയ്യൻ. എന്തോ ഒരു കാര്യത്തിന് ചെറുക്കം കയറി അങ്ങ് തൂങ്ങിയതാണെന്നും ഈ സഹായം തല്ലിക്കൊന്നതാണെന്നും പറഞ്ഞു. ആര്? ഈ സഹായോ? അന്താളിപ്പോടെ അനന്തു അച്യുതന് പിന്നിൽ നിന്ന സഹായത്തെ നോക്കി. എന്നും നാട്ടുകാർ പറയുന്ന, എനിക്ക് ഉറപ്പില്ല. ശരിയാ, ഇയാളൊരു പാവം. മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. പിന്നെ അതിനുശേഷം ആ ചെക്കൻ്റെ ആത്മാവ് ഇവിടെയെല്ലാം ചുറ്റിത്തിരിയുന്നു എന്നൊരു കരക്കമ്പി. ഇവിടെ കിടന്നവന്മാർക്കിട്ടൊക്കെ തട്ട് കിട്ടി. ആശാനെ, എന്നെ പേടിപ്പിക്കാൻ ചുമ്മാ വിടലടിക്കരുത്. സത്യമാടാ. പക്ഷേ ഞാൻ നിലവിൽ ഒറ്റയ്ക്ക് ഇവിടെ 2-3 വർഷമായിട്ട് കഴിയുന്നു. നാട്ടുകാരൻ എന്നോട് ചോദിക്കുമ്പോൾ ഓരോ കഥയടിക്കും. അതുകൊണ്ട് നിലവിൽ ആരും ഈ വഴി വരില്ല. നമുക്ക് ഫ്രീയല്ലേ. അച്യുതൻ പുകയൂതിക്കൊണ്ട് കയ്യിലിരുന്ന ടോർച്ച് തെളിച്ചുകൊണ്ടിരുന്നു. അതിന് ആശാനം ഒറ്റയ്ക്കല്ലല്ലോ, ഈ സഹായമില്ലേ. അച്യുതൻ കണ്ണടച്ച് സീറ്റിൽ ചാരിയിരുന്നു. ഒരെണ്ണം അടിക്കുന്നുണ്ടോ? അനന്തു ചോദിച്ചു. സഹായം വീണ്ടും ടേബിളിനരികിൽ ഇരുന്നു. നീ അടിച്ചോ? അച്യുതൻ ഗ്ലാസ് ടേബിളിനരികിലേക്ക് നീക്കി വെച്ചു. ഇങ്ങനെ പറയുന്നതൊക്കെ ശരിയാണോ? നീ ആരെങ്കിലും കൊല ചെയ്തോ സഹായമേ? എന്നാലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ആരെയും കൊല ചെയ്യലേ. കേട്ടോ, തള്ളുന്നതിനൊരു പരിധി വേണം ആശാനെ. അച്യുതൻ അനന്തുവിൻ്റെ നേരെ നോക്കും. സഹായമേ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. സഹായം ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ സഹായമല്ലേ. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. എൻ പേര് മാണിക്യം, കൊച്ചു മാണിക്യം. കൊള്ളാം. രണ്ടുപേരും കൂടി എന്നെ പേടിപ്പിക്കാൻ കൊള്ളാം. ഇവൻ്റെ പേരെന്നാ ആശാനെ? ആരുടെ? ദേ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇവൻ്റെ. ആരിരിക്കുന്നത് കണ്ടു? ആശാനെ, ദേ കളിക്കരുതേ. കൊച്ചുമാണിക്യം എഴുന്നേറ്റ് അച്യുതൻ്റെ പിന്നിൽ പോയി നിന്നു.
ദേ ആശാന്റെ പുറകെ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? എവിടെ? തിരിഞ്ഞു നോക്കി അച്യുതൻ. അയ്യോ ഓടിക്കോളാ! അയ്യോ! അനന്തു പുറത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി. ഓടിക്കോളാ! പിന്നാലെ അച്യുതനും. ഗേറ്റ് കടന്ന് അനന്തു തിരിഞ്ഞു നിന്നു. പാഞ്ഞെത്തിയ അച്യുതൻ ചോദിച്ചു, ആരാടാ അത്? ആ എന്നോട് ചോദിക്കേ. ആശാനല്ലേ പറഞ്ഞത് സഹായമാണെന്ന്. അത് ഭിത്തിയിലെ ആ ഫോട്ടോയാ സഹായം. ആ ചെറുക്കനേതാന്ന് ആശാൻ അറിയല്ലേ? ഇല്ലെന്ന്. ആ അതവനാ, മാണിക്യം. രണ്ടുപേരും ആ വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ലൈറ്റുകൾ മിന്നിത്തെളിഞ്ഞു. ആരാത്? മങ്ങിയ ജനലിന് അപ്പുറം ഒരു നിഴൽ നിൽക്കുന്നത് അവർ കണ്ടു. അയ്യോ! അച്യുതൻ നിലവിളിച്ചു. ആരാടായത്? നമ്മൾ വന്നപ്പോ തൊട്ട് അവൻ നമ്മുടെ കൂടെയുണ്ട്. കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന ആരാ? നീയല്ലേ? അതെ, പക്ഷെ അത് എടുത്തു തന്നത് അവനാ. യോ! ദൂരെ എവിടെയോ നായ്ക്കൾ കൂട്ടത്തോടെ കൂവി. അയ്യോ പാടാ! അച്യുതൻ ടോർച്ചുമായി ഓടി. ഒരെണ്ണം കൂടെ അടിക്കാച്ചോട്ടെ, ആ വേറെ അങ്ങ് മാറട്ടെ. വാസു ഗ്ലാസ് നീട്ടി. അയ്യോ, നിലവിൽ അടിച്ചത് മൊത്തം ഇറങ്ങിപ്പോയി വാസു. ഓരോ പ്രേതക്കോട്ട കണ്ടുപിടിച്ച് അവിടെ താമസിച്ചേക്കാവുന്ന ആശാന് നേർച്ച വല്ലതും ഉണ്ടോ? അതെ, അച്ചുവേട്ടന് തോന്നിയതാവും. അതെ, എനിക്ക് തോന്നിയതാ. അപ്പൊ ഇവന് തോന്നിയതാണോ? അപ്പൊ നമ്മൾ ചെന്നപ്പോ ലൈറ്റ് ഇട്ടതാരാ? എന്റെ പൊന്നടാ, അത് ഞാൻ ഈ വാസുവിനെ ലൈറ്റ് ഇടാനവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീ ലൈറ്റ് ഇട്ടായിരുന്നോ വാസു? ഇല്ല. കണ്ടോ, ഇവനൊരിക്കലും അത് ചെയ്യാറില്ല. നമ്മൾ ചെന്നപ്പോ വരാന്തയിൽ അവനുണ്ടായിരുന്നു. അയ്യോ, നീ കണ്ടോടാ? ആ, എന്റെ തൊട്ട് പുറകിലാടാ അത് നിന്നത്. ആ, വാസു ഉരുകം ചൊളിച്ചു. എന്നാലും അതെന്തായിരിക്കും? എനിക്കെന്തോ അത്ര വിശ്വാസം വരുന്നില്ല. ഉണ്ടാ, ഞങ്ങൾ ഇത്ര നേരം പിന്നെ പറഞ്ഞു തന്നെ. വാസു ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലേ നിലവിൽ ഈ ചെക്കൻ്റെ ബാഗും വണ്ടിയുടെ ചാവിയും അവിടുത്തെ ടേബിളിൽ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തതാ. ചെല്ല്, ഇപ്പം ചെന്നാൽ അവനവിടെ കാണും. നിലവിൽ കണ്ടു മനസ്സിലാക്കാമല്ലോ. നേരിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ആശാൻ സഹായം എന്ന് പറഞ്ഞത് ആരെയാ? എൻ്റെ പൊന്നടാ, ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ മുതലാളി സഹായം. ആ കൊമ്പം വീശക്കാരൻ, ആ ഫോട്ടോയിലില്ലേ ഇതിങ്ങനെ ഇരിക്കുന്നേ, അയാളുടെ പേരാ സഹായം, ദൈവ സഹായം. നിലവിൽ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഇവിടുന്ന് ചെല്ലുമ്പം ഏകാന്തമായിട്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ ഫോട്ടോയിൽ നോക്കി ആവശ്യത്തിന് തെറി വിളിക്കും. ഒരു സന്തോഷം. ആ, ഇനി അയാളും കൂടെ വരാനുള്ളൂ. അയ്യോ, ഒഴിച്ചു കൊടുത്ത സാധനം മടമടാന്ന് അടിക്കുന്നേ. ആശാൻ ചെല്ലാൻ കാത്തു നിൽക്കുന്ന പോലെയാ അവനവിടെ നിന്നത്. ആണോ? പിന്നെ അല്ല, ഇത്രയും നാളും ആശാൻ അവിടെ അല്ലേ താമസിച്ചത്? എന്തായാലും കൊള്ളാം. ആശാൻ്റെ ചെലവിൽ മദ്യം, ആവശ്യത്തിന് ഫുഡ്, സുഖമല്ലേ? ശരിയാടാ, നിലവിൽ എൻ്റെ പല സംശയങ്ങളും ഇന്ന് തീർന്നു. ഞാനിവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കുപ്പിയെല്ലാം നിലവിൽ കാലിയാക്കുന്നത് അവനാ. അതെന്നാ ആത്മാവടിക്കോ? വാസു സംശയം പ്രകടിപ്പിച്ചു. പറഞ്ഞു കൊടുക്കടാ. ഞാൻ 2 ഒഴിച്ചു കൊടുത്തു, അത് മടമടാന്ന് അടിക്കുന്നു. ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ല എന്നായിരുന്നല്ലോ ആശാന്റെ പരാതി. ഇപ്പം എങ്ങനെയുണ്ട്? കണ്ട? ഞാൻ എന്തായാലും ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചു. നേരം വെളുത്താൽ ഞങ്ങൾ സ്ഥലം വിടും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അച്ചോട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഇരിപ്പുറക്കത്തില്ല വാസുവേ. ഇതുവരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു എൻ്റെ വാസുവേ. ഇപ്പം മുന്നിൽ വന്ന് കുറിയും തൊട്ട് നിൽക്കുമല്ലേ, പിന്നെ എന്നാ ചെയ്യാനാ? എന്നാലും ഒരെന്നാലും ഇല്ല. നിലവിൽ പ്രേതമായിട്ട് ഷെയർ വെക്കുന്ന പരിപാടി ഞാൻ നിർത്തി. വാസു ആശങ്കയോടെ അച്യുതനെ നോക്കി. ആ, അനന്തുവേ, ഇവൻ്റെ പ്രശ്നം എന്നാണെന്നറിയാവോ? ഇനി ഇവിടെ ബിസിനസ് നടക്കുകയില്ല. എൻ്റെ പൊന്ന് വാസു, ആ പ്രേതം വല്ല എക്സൈസുകാരെ വിളിച്ച് പറഞ്ഞാൽ നിന്റെ കലവും തല്ലി പിടിച്ച് നിന്നെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. പ്രേതം ഫോൺ ചെയ്യുമോ? ആ, പിന്നെ അടിച്ച് ഓഫായിട്ട് കിടക്കുന്ന പ്രേതത്തിനാണ് ഇനി ഫോൺ ചെയ്യാൻ അറിയാൻ മേലാത്തത്. എന്തായാലും നേരം വിളിക്കട്ടെ, നമുക്ക് അവിടെ ഓരോന്ന് പോയി നോക്കാം. ആ, അതെന്തിനാ നേരം വിളിക്കാൻ കാത്തിരിക്കുന്നേ? അപ്പം നിനക്കും പേടിയുണ്ടല്ലേ? എന്നാലും എനിക്കെന്തോ. ആ, അവന് മതിയായില്ല. എന്തായാലും നേരം വെളുത്താൽ ഞങ്ങൾ സ്ഥലം വിടും. പിന്നെ നിലവിൽ ഇന്നത്തെ കോട്ട അവൻ അടിച്ചിട്ടുണ്ട്.
തൻ്റെ വാറ്റ അവന് ഭയങ്കര ഇഷ്ടമാണ്. നാളെ മുതൽ നിലവിൽ അത് കിട്ടാതെ വരുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ. പ്രേതത്തിന് പറ്റു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നോ. അപ്പോൾ നിൻ്റെ എല്ലാ സംശയവും മാറും. അവിടുന്നേ ഇങ്ങോട്ട് വരാൻ അധികം ദൂരമൊന്നുമില്ല. അനന്തു ചിരിച്ചു. താൻ സൂക്ഷിച്ചു. വാസു ചുറ്റും നോക്കി. ഇതുവരെയുള്ള എൻ്റെ പറ്റുകാശ് രാവിലെ തരും. എന്നാലും ഒന്നോടൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാൻ ഒന്നുമില്ല വാസു. 2 എണ്ണം അടിക്കണമെങ്കിലും നിലവിൽ കുരവള്ളി വേണം. അല്ല, ഇത്രയും കാലവും കാണാത്തത്. അതാ വേറൊരു സംശയം. വാസു, ഒന്നെങ്കിൽ പ്രേതമുണ്ട്, അല്ലെങ്കിൽ നീ തന്ന ചാരായത്തിന് എന്തോ കുഴപ്പമുണ്ട്. ആലോചിച്ചിരുന്ന വാസു ഗ്ലാസ്സിലേക്ക് ചാരായം ഒഴിച്ചു ഒറ്റ വലിക്ക് അകത്താക്കി. ഏയ്, കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ. അപ്പൊ ചാരായത്തിന്റെ കുഴപ്പമല്ല. അല്ല. അപ്പൊ പ്രേതമുണ്ട്. എന്തായാലും നേരം വിളിക്കട്ടെ. നീ ഒരെണ്ണം കൂടെ ഒഴി. എന്നാലും ആശാൻ ഇത്രയും കാലവും ഒരു പ്രേതത്തിന്റെ കൂടെ. അതെ, എനിക്കതാ പേടി. ഇനി അതെങ്ങാണ് അവളറിഞ്ഞ അവളിതൊന്നും വിശ്വസിക്കൂലടാ. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാന്ന് വെക്കാം. വീട്ടിലിരിക്കുന്ന പ്രേതത്തെ പറഞ്ഞ് മനസ്സിലാക്കാനാ പാട്. പണിയെടുക്കാൻ മടിയായിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതെന്നേ പറയുള്ളൂ. അതങ്ങനെ ഒരു പ്രേതം. വീട്ടിലൊരു പ്രേതം, നാട്ടിലൊരു പ്രേതം. ഇതിലേതാ ഒറിജിനലിന് തിരിച്ചറിയാനാ പാട്. അവർ കാത്തിരുന്നു പ്രഭാതത്തിനായി. ബംഗ്ലാവിനുള്ളിലെ അരണ്ട വെളിച്ചത്തിൽ സോഫയിൽ മലർന്നു കിടക്കുകയാണ് കൊച്ചുമാണിക്യം.